വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറമിയ 25-ാം അധ്യായം ദൈവത്തിൻ്റെ വിധിയും പ്രവാസത്തിൻ്റെ കാലാവധിയും സംബന്ധിച്ച പ്രധാന പ്രവചനമാണ്. ജെറമിയ 23 വർഷമായി ജനങ്ങളെ മുന്നറിയിപ്പ് നൽകിയിട്ടും അവർ കേട്ടില്ല. ജനങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ വിഗ്രഹാരാധനയിൽ തുടർന്നു. അതിനാൽ അവർ 70 വർഷം ബാബിലോണിൽ പ്രവാസം അനുഭവിക്കും. പിന്നീട് ദൈവം ബാബിലോണിനെയും ശിക്ഷിക്കും. ദൈവത്തിൻ്റെ കോപം സർവ്വദേശങ്ങളെയും ബാധിക്കും. ജെറമിയ 26-ാം അധ്യായം യഹോവയുടെ വചനത്തെ പ്രസ്താവിച്ചതിനാൽ പ്രവാചകനായ ജെറമിയയെ കൊല്ലാൻ ശ്രമിച്ച സംഭവത്തെക്കുറിച്ചാണ്. എന്നാൽ ചില നേതാക്കൾ അദ്ദേഹത്തെ സംരക്ഷിക്കുകയും പ്രവാചകനായ മിഖായുടെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുകയും ദുർമാർഗം വിട്ടുതിരിയുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ. നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് അനുദപിക്കും. 26-ാം അധ്യായം 13-ാം തിരുവചനം. ജെറമിയ 27-ാം അധ്യായത്തിൽ യൂദാ രാജാവായ സെദക്കിയുടെ ഭരണകാലത്ത് ജെറമിയയ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നുകവും കയറും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക. 27-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ഭൂമിയിലെ രാജ്യങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അധികാരം നൽകുന്നു. ദൈവം കൽപ്പിച്ച വിധിയെ അംഗീകരിക്കാതെ പോരാടുന്നത് നാശത്തിലേക്കാണ് നയിക്കുന്നത്. വ്യാജ പ്രവാചകന്മാരിൽ നിന്ന് ജാഗ്രത പാലിക്കണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ കേൾക്കരുത്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.